ഒരു വർഷം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണണമെങ്കിൽ ഈ 30 സെക്കൻഡ് കൃത്യമായി ശ്രദ്ധിക്കണം. PSC പഠനം തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും അല്ലേ? ഒരു ദിവസം റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേരും വരണം എന്നുള്ളത്. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമാണോ? അല്ല. പലപ്പോഴും തോൽവികൾ വരും, മാർക്ക് കുറയും, ചിലപ്പോൾ പഠിക്കാൻ തന്നെ മടി തോന്നും. പക്ഷേ ഇന്ന് വിജയിച്ചവർ ഒരിക്കലും നമ്മളെപ്പോലെ തന്നെ ഒരു തുടക്കക്കാരായിരുന്നില്ലേ? അവർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അവർ നിർത്തിയില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. ദിവസവും മണിക്കൂറുകൾ പഠിക്കുന്നത് മാത്രം വിജയത്തിൻ്റെ രഹസ്യമൊന്നുമല്ല. ഒരുപാട് മണിക്കൂർ പഠിച്ച് കുറേ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? കൃത്യമായ സ്റ്റഡി പ്ലാനും സ്ഥിരമായ പഠനവും പലതവണയുള്ള റിവിഷനും PYQ ടെസ്റ്റ് ചെയ്യലും ഇതൊക്കെയാണ് ഒരാളെ ഒരു റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിരയിൽ കൊണ്ടെത്തിക്കുന്നത്. മറ്റുള്ളവരുടെ വിജയമായിട്ട് നിങ്ങളുടെ യാത്രയെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഓരോ പേജും ഇല്ലേ, അത് നാളത്തെ നിങ്ങളുടെ വിജയത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കും ജോലി കിട്ടിയതിന് ശേഷവും ജോലിക്ക് മുന്നേയുള്ള സമയവും എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരു ദിവസം റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുമ്പോൾ ഇന്ന് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം അഭിമാനമായിട്ട് തോന്നും. അതുകൊണ്ട് ക്ഷീണിച്ചാലും നിർത്തരുത്. ചെറിയ ചെറിയ ചുവടുകളിലൂടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ PSC സ്വപ്നം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക.